ഇന്ന് നമുക്ക് വിവാഹം കഴിഞ്ഞ് ഭർത്താവിൽ നിന്നും ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു തരത്തിലുള്ള സംതൃപ്തിയും കിട്ടാത്ത ഭാര്യ, അങ്ങനെയുള്ള ഭാര്യയാണെങ്കിൽ ഒരിക്കലും ഭർത്താവ് പ്രതീക്ഷിക്കാത്ത ഒരു പരിപാടി ചെയ്യുകയാണ്. അതെന്തെന്നൊക്കെ അറിയണ്ടേ? എങ്കിൽ നമുക്ക് വേഗം ലസ്റ്റ് സ്റ്റോറീസിന്റെ ഒരു കഥയിലേക്ക് പോയാലോ? അതിനു മുൻപായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാർ ഒന്ന് ലൈക്ക് ചെയ്യാനും കമന്റ് സെക്ഷനിലെ ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുതേ. കഥ തുടങ്ങുമ്പോൾ ഒരു സ്കൂളാണ് കാണിക്കുന്നത്. ആ സ്കൂളിലെ പ്രിൻസിപ്പാളിന് അതേ സ്കൂളിൽ തന്നെ ലൈബ്രറിയനോട് ചെറിയൊരു താല്പര്യമുണ്ട്. ലൈബ്രറിനെ കോഫി കുടിക്കുവാനൊക്കെ ക്ഷണിക്കും. എന്നാൽ അവർക്കാണെങ്കിൽ അതിന്റെ താല്പര്യമേ ഇല്ലായിരുന്നു. ആ ഒരു കാര്യം പ്രിൻസിപ്പാളിനോട് പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് പോകുന്നതും. അവർ നേരെ വരുന്നത് നമ്മുടെ കഥാനായികയെ മേഘയ്ക്കടുത്തേക്കാണ്. മേഘയും അതേ സ്കൂളിലെ ടീച്ചറാ. എന്നാൽ ഈ മേഘയ്ക്കാണെങ്കിൽ നല്ല രീതിക്ക് സാരിയൊന്നും ഉടുക്കാൻ അറിയത്തില്ല. മേഘയ്ക്ക് സാരി ഉടുപ്പിച്ചു കൊടുക്കുന്നത് തന്നെ കൂട്ടുകാരിയായ ഈ ലൈബ്രറിയനാണ്. അതേസമയം തന്നെ ആ സ്കൂളിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയുടെ അമ്മയാണെങ്കിൽ തന്റെ മകളെയും കൂട്ടിക്കൊണ്ടുവരുന്നു. അവൾക്കാണെങ്കിൽ ചെറിയ പ്രശ്നം എന്തെന്നാൽ സ്കൂൾ വിട്ടു കഴിഞ്ഞാൽ ഒരു പയ്യനൊപ്പം കറങ്ങിത്തിരിഞ്ഞ് നടക്കുകയാണ്. തന്റെ മകളുടെ സ്വഭാവം ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ ആ അമ്മയ്ക്കാണെങ്കിൽ വല്ലാതെ ടെൻഷനുണ്ട്. അമ്മയാണെങ്കിൽ വന്ന് മേഘയോട് പരാതി പറയും. ഞങ്ങൾ നോക്കിക്കൊള്ളാമെന്ന് മേഘയാണെങ്കിൽ അമ്മയ്ക്ക് വാക്ക് കൊടുക്കുകയും ചെയ്തു. അതേസമയം തന്നെയായിരുന്നു മേഘയുടെ സാരി താഴേക്ക് വീഴുന്നതും. അതോടുകൂടി അമ്മയ്ക്കൊരു കാര്യം മനസ്സിലായി. ടീച്ചർ ഇങ്ങനെയാണെങ്കിൽ പിള്ളേരെങ്ങനെ നേരെയാകാനാ? തന്റെ മകളുടെ കാര്യം താൻ തന്നെ നോക്കാമെന്നും അമ്മ ചിന്തിക്കുന്നു. അങ്ങനെ മേഘയാണെങ്കിൽ ക്ലാസ് എടുക്കുവാനായും പോവുകയാണ്. ക്ലാസ് ഒക്കെ കഴിഞ്ഞ് അന്നേ ദിവസം വൈകിട്ട് മേഘ നേരെ പോകുന്നത് ഒരു കോഫി ഷോപ്പിലേക്കായിരുന്നു. മേഘയ്ക്ക് സാരി നന്നായിട്ട് ഉടുക്കാൻ അറിഞ്ഞൂടാത്തത് കൊണ്ട് തന്നെ അവളൊരു ഷോളും പൊതിച്ചുകൊണ്ടാണ് കോഫി ഷോപ്പിലേക്ക് എത്തിയിരിക്കുന്നത്. അവിടെ അവളെ കാത്ത് പരസ് എന്നൊരാളുണ്ടായിരുന്നു. മേഘയുടെ വീട്ടുകാര് മേഘയ്ക്ക് വേണ്ടിയിട്ട് വിവാഹം ആലോചിച്ച പയ്യനായിരുന്നു പരസ്. പരസിനെ പരിചയപ്പെടുവാൻ വേണ്ടിയിട്ടാണ് മേഘ എത്തിയിരിക്കുന്നതും. എന്നാൽ പരസിന്റെ സംസാരമൊന്നും മേഘയ്ക്ക് ഇത്ര ഇഷ്ടമാകുന്നതേയില്ല. അവന്റെ കോമഡികളൊന്നും അവൾക്ക് ചിരി വരുന്നതുമില്ല. അങ്ങനെ ഒരു ക്യാരക്ടറായിരുന്നു ഈ പരസ്. പരസിനോട് സംസാരിച്ചതിന് ശേഷം മേഘ നേരെ വീട്ടിലെത്തുന്നു. അമ്മ അവളോട് പരസിനെ കുറിച്ചൊക്കെ തിരക്കുകയാണ്. എന്നാൽ പരസിനെ തനിക്ക് ഇഷ്ടമായില്ല എന്നും മേഘ പറയുന്നുണ്ട്. കാരണം മേഘയ്ക്ക് പ്രണയിച്ച് വിവാഹം കഴിക്കണമെന്നാണ് ആഗ്രഹം. ഒരു ദിവസം കണ്ട ആളിനെയൊന്നും വിവാഹം കഴിക്കുവാനായിട്ട് അവൾക്ക് താല്പര്യമേ ഇല്ല. ആ ഒരു കാര്യം അവൾ അമ്മയോട് പറയുന്നു. എന്നാൽ അമ്മ പറയുന്നത്, ഈ പയ്യന് നല്ല ജോലിയുണ്ട്, ഇവനെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ നിനക്ക് നല്ല ജീവിതമായിരിക്കും, നീ പറഞ്ഞതുപോലെ തന്നെ വിവാഹശേഷം പ്രണയിക്കാമല്ലോ എന്നൊക്കെയാണ് അമ്മ അവളോട് പറയുന്നതും. എന്നാലും മേഘയ്ക്ക് വലിയ താല്പര്യമേ ഇല്ല. പക്ഷേ അമ്മ അവളെ ഒരുപാട് നിർബന്ധിക്കുകയും അമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങി അവൾ ആ വിവാഹത്തിന് സമ്മതിക്കുകയും ചെയ്തു. പരസിന്റെയും മേഘയുടെയും വിവാഹം കഴിയുകയാണ്. ആദ്യ രാത്രി പരസും മേഘയും സംസാരിച്ചിരിക്കും. എപ്പോഴത്തെയും പോലെ തന്നെ പരസാണെങ്കിൽ ചിരിവരാത്ത കുറെ കോമഡികൾ അടിക്കുകയാണ്. അതിനുശേഷം രണ്ടുപേരും ഫിസിക്കൽ റിലേഷനിൽ ഏർപ്പെടുവാനായി ആരംഭിക്കുന്നു. എന്നാൽ അപ്പോഴാണ് മേഘ ഒരു കാര്യം തിരിച്ചറിയുന്നത്. കാരണം പരസ് അവന്റെ തൃപ്തി മാത്രമേ നോക്കിയുള്ളൂ. മേഘയുടെ കാര്യമൊന്നും അവൻ ചിന്തിക്കുന്നില്ല. അവന്റെ കാര്യം കഴിഞ്ഞതും അവൾക്ക് തൃപ്തിയായോ എന്ന് പോലും ചിന്തിക്കാതെ അവൻ തിരിഞ്ഞു കിടന്നുറങ്ങുകയാണ് ചെയ്തത്. അത് മേഘയിൽ വല്ലാതെ വിഷമമുണ്ടാക്കി. പിന്നീടുള്ള ദിവസങ്ങളിലെല്ലാം പരസ് അങ്ങനെ തന്നെയായിരുന്നു. എപ്പോൾ ഫിസിക്കൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെട്ട് കഴിഞ്ഞാലും പരസിന് തൃപ്തി കിട്ടുമ്പോൾ തന്നെ അവൻ തിരിഞ്ഞു കിടന്നുറങ്ങും. മേഘയുടെ കാര്യം അവൻ ചിന്തിക്കത്തേയില്ല. എല്ലാ തവണയും ഫിസിക്കൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെടുമ്പോഴും മേഘ 1 മുതൽ 3 വരെ എണ്ണുന്ന സമയം തന്നെ പരസിന് തൃപ്തി കിട്ടുകയും അവൻ തിരിഞ്ഞു കിടന്നുറങ്ങുകയും ചെയ്യുന്നു. മേഘയുടെ കാര്യം അവൻ തിരക്കത്തേയില്ല. ഇതെന്താ ഇങ്ങനെയെന്ന് മേഘ ചിന്തിക്കും. മേഘയാണെങ്കിൽ താൻ എന്തായാലും വിവാഹം കഴിഞ്ഞു പോയില്ലേ, ഇനി ഇതെല്ലാം അഡ്ജസ്റ്റ് ചെയ്തല്ലേ പറ്റൂ എന്ന് കരുതി അവൾ അങ്ങനെ തന്നെ അങ്ങ് ജീവിച്ചു പോകും. എന്നാൽ ഒരു ദിവസം പരസിന്റെ അമ്മ പറയുന്നുണ്ട്, വിവാഹം കഴിഞ്ഞ് ഇത്രയും നാളായില്ലേ, ഇനിയൊരു കൊച്ചിനെയൊക്കെ നോക്കാമെന്ന് പറയും. എന്നാൽ മേഘയ്ക്കാണെങ്കിൽ അത് കേട്ടതും വല്ലാതെ സങ്കടമാകുന്നു. പരസ് വിചാരിച്ചിരുന്നത് കുട്ടികളെ പറ്റി അമ്മയൊക്കെ തിരക്കിയത് കൊണ്ടാണ് മേഘ സങ്കടപ്പെട്ടിരിക്കുന്നതെന്ന്. അടുത്ത ദിവസം സ്കൂളിൽ നിന്നിറങ്ങിയ മേഘയെ കാണുവാനായിട്ട് പരസ് എത്തുന്നുണ്ട്. അമ്മ അങ്ങനെ പറഞ്ഞതുകൊണ്ടാണോ നീ വിഷമിച്ചിരിക്കുന്നത്? സത്യത്തിൽ അവരൊക്കെ പഴയ ആൾക്കാരല്ലേ, അവരൊക്കെ അങ്ങനെ ചിന്തിക്കൂ, നീ അതൊന്നും കാര്യമാക്കണ്ട എന്ന് പറയും. എന്നാൽ മേഘ പറയുന്നതോ, ഏയ് അതൊന്നുമല്ല ഞാൻ ചിന്തിക്കുന്നത്. നിങ്ങള് ഈ അഡൽട്ട് ഫിലിമൊക്കെ കാണാറുണ്ടോ? അതിന് മറുപടിയായിട്ട് പരസ് പറയുന്നത്, ഉണ്ടല്ലോ, ഞാൻ കുഞ്ഞിലേ കാണാറുണ്ടായിരുന്നു, കോളേജിൽ പഠിക്കുന്ന സമയത്തും കണ്ടിരുന്നു, കഴിഞ്ഞ മാസം വരെ ഞാൻ കണ്ടിരുന്നുവെന്നും പരസ് പറയുന്നു. അതിലെ ആണും പെണ്ണും മ്യൂച്വലായിട്ട് അവരുടെ രണ്ടുപേരുടെയും താല്പര്യത്തോടു കൂടി ഓരോന്നൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടില്ലേ എന്ന് മേഘയാണെങ്കിൽ അവനോട് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് തന്റെ ആഗ്രഹം എന്താണെന്ന് പറഞ്ഞു ഫലിപ്പിക്കുവാനായി ശ്രമിക്കും. പക്ഷേ പരസിനതൊന്നും മനസ്സിലാകത്തില്ല. അവനാണെങ്കിലോ എപ്പോഴത്തെയും പോലെ ഓരോ ചിരി വരാത്ത ഊള കോമഡിയും അടിച്ചിട്ടാണ് അവിടെ നിന്ന് പോകുന്നതും.
അടുത്ത ദിവസം മേഘ സ്കൂളിലേക്ക് എത്തുകയാണ്. എന്നാൽ മേഘയോട് തന്റെ മകളെക്കുറിച്ച് പരാതി പറയുവാനായിട്ടൊരു അമ്മ വന്നില്ലേ? ആ അമ്മയാണെങ്കിൽ വീണ്ടും തന്റെ മകളെയും കൊണ്ട് പ്രിൻസിപ്പാളിനടുത്ത് എത്തിയിരിക്കുകയാണ്. എന്തെന്നാൽ തന്റെ മകളുടെ കയ്യിൽ ഒരു മോശപ്പെട്ട ബുക്ക് ഇരിക്കുന്നു. ആ ബുക്ക് അവൾക്ക് ഇവിടുത്തെ ലൈബ്രറിയിൽ നിന്നാണ് കിട്ടിയിരിക്കുന്നത്. ഇവിടെ നിന്നാണ് അത് ഇഷ്യൂ ചെയ്തിരിക്കുന്നതെന്നും അമ്മ പ്രിൻസിപ്പാളിനോട് പരാതി പറയുന്നു. ബുക്ക് വാങ്ങി നോക്കിയ പ്രിൻസിപ്പാളാണെങ്കിൽ മേഘയെ വിളിപ്പിക്കും. ഈ ബുക്ക് ഇവിടുത്തെ ലൈബ്രറിയിൽ നിന്നാണ് ഈ കുട്ടിക്ക് കിട്ടിയിരിക്കുന്നത്. ഇതെങ്ങനെ കിട്ടിയെന്നൊക്കെ മേഘയോട് ചോദിക്കുമ്പോൾ ഇവിടുത്തെ ലൈബ്രറി ഇൻചാർജ് കൊടുത്തതായിരിക്കുമെന്നും മേഘ പറയുന്നു. ഉടനെ തന്നെ ലൈബ്രറിയനെ വിളിക്കുവാനായിട്ടും പ്യൂണിനെ പറഞ്ഞുവിടുകയാണ്. എന്നാൽ പ്യൂൺ വന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ചയോ, ലൈബ്രറിയനാണെങ്കിൽ ലൈബ്രറിയിൽ ആരുമില്ലാത്ത തക്കം നോക്കി തന്റെ ക്യാബിനിൽ ചെന്നിരുന്ന് തന്റെ കയ്യിലുള്ള വൈബ്രേറ്റർ ഉപയോഗിച്ച് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്യൂണും അത് കണ്ട് രസിച്ചു നിൽക്കും. കുറേ നേരമായിട്ടും ആരെയും കാണാത്തത് കൊണ്ട് തന്നെ മേഘയാണെങ്കിൽ ലൈബ്രറിനെ അന്വേഷിച്ച് വരുമ്പോഴോ ലൈബ്രറിയൻ ചെയ്യുന്ന പ്രവൃത്തിയും അത് എൻജോയ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന പ്യൂണിനെയുമാണ് മേഘ കണ്ടതും. മേഘ വന്നത് മനസ്സിലാക്കിയ പ്യൂണാണെങ്കിൽ എന്താ ഇങ്ങനെയൊക്കെ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. അങ്ങനെ മേഘയാണെങ്കിൽ ലൈബ്രറിനെ വിളിച്ചുകൊണ്ട് പോവുകയാണ്. മേഘയാണെങ്കിൽ താൻ ചെയ്തത് കണ്ടുവെന്ന് ലൈബ്രറിന് മനസ്സിലായി. ലൈബ്രറിന് തന്റെ ഭർത്താവിൽ നിന്നും സംതൃപ്തിയൊന്നും കിട്ടിയിട്ടില്ല എന്നും അതുകൊണ്ട് താൻ ഇതാണ് യൂസ് ചെയ്യുന്നതെന്നും ഇതിനൊരു റിമോട്ട് ഉണ്ടെന്നുമൊക്കെ ലൈബ്രറിയൻ മേഘയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നു. അതിനുശേഷം അവരാണെങ്കിൽ പ്രിൻസിപ്പാളിനെ കാണുവാനായി വന്ന് ആ ഒരു പ്രശ്നമൊക്കെ ഒത്തുതീർപ്പാക്കുകയാണ്. അന്നേ ദിവസം വൈകുന്നേരം എന്നത്തെയും പോലെ മേഘ വീട്ടിലേക്ക് എത്തുന്നു. പരസ്യം ജോലി കഴിഞ്ഞ് വരികയാണ്. രാത്രി ഉറങ്ങുവാനായി കിടക്കുന്ന സമയം രണ്ടുപേരും ഫിസിക്കൽ റിലേഷൻഷിപ്പിലും ഏർപ്പെടും. എന്നത്തെയും പോലെ തന്നെ പരസാണെങ്കിൽ തന്റെ കാര്യം മാത്രം നോക്കിയിട്ട് തിരിഞ്ഞു കിടന്നുറങ്ങുന്നു. അപ്പോഴും മേഘയ്ക്കാണെങ്കിൽ സംതൃപ്തി കിട്ടിയിട്ടേയില്ല. അവൾ ഓരോ കാര്യങ്ങളൊക്കെ ചിന്തിക്കും. എന്നിട്ട് അവൾ അടുത്ത ദിവസം സ്കൂളിലെത്തുന്ന സമയം ആരും അറിയാതെ ലൈബ്രറി ഇല്ലാത്ത തക്കം നോക്കി ലൈബ്രറിന്റെ ബാഗിൽ നിന്നും ആ ഒരു വൈബ്രേറ്ററും റിമോട്ടും സ്വന്തമാക്കുന്നു. എന്നിട്ട് വൈകുന്നേരം നേരെ വീട്ടിലേക്ക് എത്തുന്നു. വീട്ടിൽ വന്ന് തന്റെ റൂമിൽ കയറി ഡോറും അടച്ചതിന് ശേഷം ആ വൈബ്രേറ്റർ തന്റെ ബോഡിക്കുള്ളിലേക്ക് വെക്കുന്നു. അതിന്റെ റിമോട്ടും എടുത്ത് അവൾ യൂസ് ചെയ്യുവാനായി തുടങ്ങുന്ന സമയം തന്നെയായിരുന്നു പരസ് വീണ് തലയൊക്കെ പൊട്ടി വീട്ടിലേക്ക് എത്തുന്നതും. പരസിന്റെ അമ്മയാണെങ്കിൽ മേഘയെ വിളിക്കും. എന്നാൽ മേഘയാണെങ്കിൽ ആ ഒരു വെപ്രാളത്തിൽ ആ ഒരു റിമോട്ട് എടുത്ത് ടിവിയുടെ മുകളിൽ വെച്ചിട്ടാണ് അവൾ പരസിനടുത്തേക്ക് പോകുന്നതും. അതേസമയം തന്നെ ടിവിയുടെ റിമോട്ട് കാണാതെ പരസിന്റെ മുത്തശ്ശിയാണെങ്കിൽ അവിടെ മാകെ അന്വേഷിക്കുന്ന സമയത്ത് മുത്തശ്ശിയുടെ കയ്യിൽ കിട്ടിയതോ ആ വൈബ്രേറ്ററിന്റെ റിമോട്ടും. മുത്തശ്ശി അങ്ങനെ അതിൽ കാണുന്ന പ്ലസ് ചിഹ്നത്തിൽ അമർത്തിക്കൊണ്ടേയിരുന്നു. അതേസമയം ദേ മേഘയ്ക്കാണെങ്കിൽ വൈബ്രേറ്റർ വർക്ക് ചെയ്തു തുടങ്ങി. അവൾക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയാതെയായി. അവളാണെങ്കിലോ എല്ലാവരുടെയും മുന്നിൽ വെച്ച് അവളുടെ ഫീലിങ്സ് ഒക്കെ പുറത്ത് കാണിക്കുന്നു. അവളാണെങ്കിൽ വല്ലാതെ ബഹളം വയ്ക്കുകയാണ്. അതോടുകൂടി പരസിനും അവിടെ നിൽക്കുന്ന പരസിന്റെ അമ്മയ്ക്കും സഹോദരിക്കുമൊക്കെ കാര്യം മനസ്സിലായി. ഇത് വേറെ പരിപാടിയാണെന്ന്. വിവാഹം കഴിഞ്ഞ് ഇത്രയും നാളായിട്ടും പരസിൽ നിന്ന് കിട്ടാത്ത സംതൃപ്തിയാണ് അവൾക്ക് ആ വൈബ്രേറ്റർ യൂസ് ചെയ്തപ്പോൾ കിട്ടിയത്. വീട്ടുകാർക്ക് എല്ലാവർക്കും കാര്യങ്ങളെല്ലാം മനസ്സിലായല്ലോ. പരസും ഞെട്ടി നിൽക്കുകയാണ്. അങ്ങനെ അടുത്ത ദിവസം രണ്ടു വീട്ടുകാരും ചേർന്ന് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നു. പരസിന്റെ അമ്മ പറയുന്നത്, മകളെ നന്നായിട്ട് വളർത്തണം. ഇങ്ങനെയുള്ളൊരു പെണ്ണിനെ തന്റെ മകന്റെ മണ്ടയിൽ കെട്ടിവെക്കുവാനായിട്ട് നിങ്ങൾ നോക്കിയതാണല്ലേ. ഇനി എന്തായാലും ഈ ഒരു ബന്ധം മുന്നോട്ട് പോകില്ല. ഇവരെ രണ്ടുപേരെയും ഡിവോഴ്സ് ചെയ്യിക്കാമെന്നും പരസിന്റെ അമ്മ പറയുന്നു. എന്നാൽ മേഘയാണെങ്കിൽ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ബന്ധം ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ തങ്ങൾക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് പരസിന്റെ അമ്മ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുവാനായി ഒരുങ്ങുമ്പോൾ മേഘയുടെ അമ്മയാണെങ്കിൽ പരസിന്റെ അമ്മയുടെ കാല് പിടിക്കുകയാണ്. എന്നാൽ കരഞ്ഞുകൊണ്ടിരിക്കുന്ന മേഘയെ പരസ് നോക്കുന്നുണ്ട്. അവനൊരു കാര്യം ചിന്തിക്കുകയും ചെയ്യും. കാരണം താനവൾക്ക് സംതൃപ്തി കൊടുത്തിരുന്നു എന്നുണ്ടെങ്കിൽ അവൾ ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ലായിരുന്നല്ലോ. അപ്പോൾ തെറ്റ് തന്റെ ഭാഗത്തല്ലേ എന്നും പരസ് ചിന്തിക്കും. അങ്ങനെ കുറെ നാളുകൾ കടന്നുപോയി. പരസും മേഘയും വീണ്ടും കോഫി ഷോപ്പിൽ വെച്ച് മീറ്റ് ചെയ്യുകയാണ്. എന്തെന്നാൽ മേഘ ഇപ്പോൾ പരസിന് ഡിവോഴ്സിനുള്ള നോട്ടീസ് അയച്ചിരിക്കുന്നു. പരസ് ആ ഒരു കാര്യം അറിയുവാൻ വേണ്ടിയിട്ടാണ് മേഘയുടെ അടുത്ത് വന്നിരിക്കുന്നതും. പരസ് പറയുന്നുണ്ട്, നീ ആഗ്രഹിക്കുന്നത് പോലെ ഞാൻ നിന്നിരുന്നു എന്നുണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും ഈ ഒരു കാര്യം സംഭവിക്കില്ലായിരുന്നല്ലോ. അപ്പോൾ തെറ്റ് എന്റെ ഭാഗത്താണ്. നമുക്ക് വീണ്ടും പരസ്പരം മനസ്സിലാക്കി മുന്നോട്ട് പോകാം. ഇനി നീ പറയുന്നത് എന്തും ഞാൻ കേൾക്കാമെന്നും പരസ് പറയുന്നു. മേഘയാണെങ്കിൽ അതിന് മറുപടി കൊടുക്കാതിരിക്കുകയാണ്. മേഘ എന്താണ് പറയുന്നതെന്ന് കാത്തിരിക്കുകയാണ് പരസ്. എന്നാൽ മേഘ പറയുന്നത്, എനിക്ക് ഐസ്ക്രീം കുടിക്കാൻ തോന്നുന്നുവെന്ന്. പരസ് ഒരു ഐസ്ക്രീം ഓർഡർ ചെയ്ത് അതൊരു സ്പൂണിൽ കോരി മേഘയ്ക്ക് കൊടുക്കുകയാണ്. അതിൽ നിന്നും രണ്ടുപേരും പ്രശ്നമെല്ലാം പറഞ്ഞു തീർത്ത് ഒന്നിച്ചു തന്നെ മുന്നോട്ട് പോകുവാനായും തീരുമാനിച്ചിരിക്കുന്നുവെന്നും മനസ്സിലാക്കാമല്ലോ. അതോടുകൂടി കഥ അവിടെ അവസാനിക്കുകയാണ്. ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.